പക്ഷേ ഈ ഭൂമിയിൽ വച്ച് നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത് ഒരു മനുഷ്യൻ്റെ മരണത്തോടും കൂടെ ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തീരുന്നുണ്ടോ, അതോ വരും കാലഘട്ടത്തിലും ഈ പഠനം അല്ലെങ്കിൽ അറിവ് തുടരുന്നുണ്ടോ? എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ദൈവീക ജ്ഞാനം അല്ലെങ്കിൽ ദൈവീക അറിവ് മരണത്തിനപ്പുറം അതെ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എൻ്റെ മനസ്സിലേക്ക് ആദ്യം പെട്ടെന്ന് ഓടി വരുന്ന ഒരു ഉത്തരം, യേശു കർത്താവ് പറഞ്ഞ ഉപമയുണ്ട്, ധനവാനും ലാസറും. അതെ, അതിനകത്ത് യേശു പഠിപ്പിക്കുന്നത് മരണത്തിനപ്പുറമുള്ള ഒരു കാലം അല്ലേ. നമ്മളതിനെ ഇൻ്റർമീഡിയറ്റ് ടൈം എന്നാണ് പഠിക്കുന്നത്, മരണത്തിനും പുനരുത്ഥാനത്തിനും ഇടയ്ക്കുള്ള സമയം. അപ്പോൾ യേശു കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ മരണത്തിനപ്പുറവും എന്തൊക്കെയോ ജ്ഞാനം അവർക്ക് അവിടെ നേടുന്നുണ്ട് അല്ലേ. അതല്ലേ ധനവാന്റെയും ആ സംസാരത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വിശുദ്ധൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് കഴിഞ്ഞാലും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അനുദിനം അല്ലെങ്കിൽ ആ സമയത്തും നമുക്ക് ലഭ്യമാകും, അറിവ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഞാൻ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന അറിവ് പുനരുത്ഥാന ശേഷവും പുതുവാന ഭൂമിയിലും ഞാൻ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുമെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. അവിടെ ദൈവം എനിക്ക് പിതാവും ഞാൻ അവന് മകനുമായിരിക്കും. അപ്പോൾ ആ റിലേഷനിൽ കൂടെ ഞാൻ ആ സമയത്തും ദൈവത്തെ എന്ത് ചെയ്യും, മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ എഫെസ്യ ലേഖനം ആ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വന്നാൽ, അതായത് എഫെസ്യ ലേഖനം 2-ാം അധ്യായം, അതിക്രമത്തിലും പാപത്തിലും മരിച്ചു കിടന്ന നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വർണ്ണിച്ചതിന് ശേഷം ബാക്കി 6ലേക്ക് വരുമ്പോൾ 2:6 ക്രിസ്തേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ, ആ പദങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ആ വാത്സല്യം, ഒരു കുഞ്ഞിനെ എടുത്ത് അമ്മ തലോടുന്ന വാത്സല്യം പോലെ നമ്മെ രക്ഷിച്ചെടുത്ത് കൊണ്ടുവന്നല്ലേ. അപ്പം ആ കുഞ്ഞിൻ്റെ മേൽ ആ പിതാവിന് മാതാവിന് എന്തെല്ലാം പ്രതീക്ഷയാണ് ഉള്ളത്. ഇതുപോലെ യേശു കർത്താവ് നമ്മെ രക്ഷിച്ചു കൊണ്ടുവന്ന് ആ വാത്സല്യം നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ദൈവം കാണുന്നൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്തുവാ? തൻ്റെ പുത്രനോട് അനുരൂപരാകുക എന്നുള്ളതാണ് അല്ലേ. തൻ്റെ പുത്രനോട് അനുരൂപരാകുക. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്ന എൻ്റെ പുത്രനോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചും ഇരിക്കുന്നു. അപ്പോൾ ആ വീണ്ടും ജന സമയത്ത് ദൈവം നമ്മളെ നോക്കുമ്പോൾ എന്താ കാണുന്നത്? പുത്രനോട് സാദൃശ്യമുള്ള അനുരൂപരാകുന്ന, ദൈവത്വം കിട്ടുന്നില്ല, പക്ഷെ യേശു ക്രിസ്തുവിനെ പോലെയാകുന്ന, അനുരൂപരാകുന്ന, അതാണ് ആ വാത്സല്യം. നോക്കണം. ഓക്കെ. എന്നിട്ട് പറയുന്നു തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിലും കാണിക്കും. അപ്പം തൻ്റെ കൃപ ഈ കാലഘട്ടത്തിൽ നമുക്ക് രക്ഷയായി, അത് നമ്മൾ അനുഭവിച്ചു. ഇനിയും ആ കൃപയുടെ അത്യന്ത ധനം, അപ്പം വാക്കിനൊരു പരിമിതിയുണ്ട്. കാരണം പൗലോസിന് അത് വർണ്ണിക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് വാക്കിൻ്റെ ആ ഉച്ചാവസ്ഥ പറയുകയാണ്. അതിനപ്പുറം പുള്ളി വിവരിക്കാം. ഞാൻ തിയോളജി പഠിപ്പിക്കാൻ പറയാറുണ്ട്, തിയോളജി പഠിക്കുമ്പോൾ ഈ ലാംഗ്വേജിന് എന്തുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ ഭാഷ കൊണ്ട്, പദങ്ങൾ കൊണ്ട് ദൈവത്തെ വർണ്ണിക്കുവാൻ കഴിയുകയില്ല. അതുപോലെ ദൈവത്തിൻ്റെ കൃപയെ വർണ്ണിക്കുവാനായിട്ട് പൗലോസിന് കഴിയുന്നില്ല. അതുകൊണ്ട് ഏറ്റവും അധികം അല്ലെങ്കിൽ ഏറ്റവും ആ സൂപ്പർ ഗ്രേഡ് ആയിട്ടുള്ള ആ ഒരു പദം ഉപയോഗിക്കുന്നതിന് അപ്പുറം പദം പുള്ളി കിട്ടുന്നില്ല. അതാണ് അത്യന്ത ധനത്തെ വരും കാലങ്ങൾ കാണിക്കേണ്ടതിന്. അപ്പോൾ വരും കാലങ്ങളിലും ദൈവത്തിൻ്റെ അത്യന്ത ധനം ദൈവം എന്ത് ചെയ്യും? അത് പ്രദർശിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഓക്കെ. ഇനി ദൈവിക ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് ദൈവിക വെളിപ്പാടിൽ കൂടെയാണ് അല്ലേ.
എന്നാൽ വേദജ്ഞാനം ലഭിക്കുന്നത് ഈ എഴുതപ്പെട്ട വചന പഠനത്തിൽ കൂടെ. അപ്പോൾ ദൈവിക ജ്ഞാനവും വേദജ്ഞാനവും ഞാൻ രണ്ടായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇനി ആ ദൈവിക വെളിപ്പാട് നമുക്ക് പൊതുവെളിപ്പാട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ പൊതുവെളിപ്പാട് എന്നുള്ളത് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവരെ കൈവലി പ്രസിദ്ധമാക്കുന്നു. അത് പൗലോസ് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ഈ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുക. ഇപ്പം രക്ഷിക്കപ്പെട്ടവനായാലും ശരി തന്നെ, രക്ഷിക്കപ്പെടാത്ത വ്യക്തിയാലും ശരി തന്നെ, ഈ രണ്ടു പേർക്കും ഒരുപോലെ ആ ദൈവിക വെളിപ്പാട് നിറഞ്ഞു നിൽപ്പുണ്ട്. നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, ചുറ്റും തീർച്ചയായും കാണാൻ പറ്റും, തീർച്ചയായും കാണാൻ പറ്റും. അപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ശ്വസിക്കുന്നുണ്ട് അല്ലേ, അത് ഓക്സിജൻ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ സസ്യം നമുക്ക് തരുന്നുണ്ട്. നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അത് സ്വീകരിക്കുന്നുണ്ട്, ഓക്സിജൻ നമുക്ക് തരുന്നുണ്ട്. ഇതെന്തോ ഇതാരാ? ഇതെന്തോ ഇതെന്താ ഇത്? ഇനി നമ്മൾ ഹർത്താൽ ചെയ്യുന്നുണ്ട്, ഹർത്താൽ നടത്തുന്നുണ്ട്, അത് അനുകൂലിച്ചു കൊടുക്കും. ഉദാഹരണം പറഞ്ഞ് മാത്രമേ ഉള്ളൂ. ഈ സസ്യങ്ങൾ ഒന്ന് ഹർത്താൽ പ്രഖ്യാപിച്ച തീരാനുള്ളതേ ഉള്ളൂ. അതാ പറയുന്നത്, പൗലോസ് പറയുന്നത്, സൃഷ്ടിതാവിനെ ഈ സൃഷ്ടി അനുസരിക്കുക, കീഴ്പ്പെട്ടിരിക്കുക ചെയ്യുന്നത്. നമുക്കോ? അപ്പോൾ ഈ വെളിപ്പാട്, അങ്ങനെ ഓരോ മൈന്യൂട്ട് വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വെളിപ്പാട് അല്ലേ. ഇപ്പം നമ്മൾ മനുഷ്യൻ ഇവിടെയുണ്ട്, മനുഷ്യന് സയൻസ് ഒരു സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചോദിക്കുമായിരുന്നു, എൻ്റെ ആശയങ്ങളെ എനിക്കുള്ളൂ, എനിക്ക് ആശയങ്ങൾ, ലോജിക്കായ ആശയങ്ങളേ ഉള്ളൂ, ഞാൻ സയൻസും എടുക്കാനല്ല. പക്ഷേ എൻ്റെ ക്ലാസ് മുമ്പിൽ സയൻസ് ഉണ്ടെങ്കിൽ പറയും, പാസ്റ്റേ അത് ഈ ഭൂമി ഇത്ര ദൂരം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ എന്തില്ല, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ പാസ്റ്റേ സമുദ്രത്തിനടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രഷറുണ്ട്. പക്ഷെ അവിടെ ചിന്തിക്കണം, അങ്ങനെയാണെങ്കിൽ എനിക്ക് ജീവിക്കുവാൻ നിൽക്കുവാൻ കഴിയാത്ത പ്രഷറുള്ള ആ സ്ഥലത്ത് മത്സ്യങ്ങളുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഇതിന് അടുത്തിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ആ ഒരു സയൻസ് സാറേ ഉണ്ട് സാറേ. അപ്പം ചിന്തിക്കാം, അപ്പം എനിക്കവിടെ ജീവിക്കാൻ പറ്റത്തില്ല, പക്ഷേ അതെങ്ങനെ? അപ്പോൾ ഓരോ രീതിയിൽ ഒരു സൃഷ്ടി എന്തോ ഒരു പർപ്പസ് ആയിട്ട് അവിടെ നടന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ എന്താ വിളിച്ചുകൊണ്ടത്? ദൈവത്തിന് ഒരു 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 പവറുണ്ട്, സൃഷ്ടിതാവുണ്ട്. നമ്മളതിനെ റിലീജിയൻ പറയും, ഒരു സൃഷ്ടിതാവ് ഉണ്ട്. ശാസ്ത്രം പറയും ഒരു സൂപ്പർ പവറുണ്ട്. ഇവർ പറയുന്ന പവറിനെ നമ്മൾ എന്താക്കുന്നു? നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം വ്യക്തിത്വമുള്ളവനാണ്. ഇവർക്ക് വ്യക്തിത്വം ഇല്ല. മഹാസ്ഫോടനം ഉണ്ടായി, ഒരു എനർജി ഉണ്ടായി, അവർക്ക് എനർജി പറയുന്നുണ്ട്. ഈ എനർജി എങ്ങനെ വന്നു? അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിത്വമുണ്ട്. ഈ വ്യക്തിത്വം എന്നുള്ളത് ഒരു പദാർത്ഥത്തിനകത്തോ, ദൈവം എന്ന വ്യക്തിത്വത്തെ ഒരു പദാർത്ഥത്തിനകത്തോ ഒരു പ്രദേശത്തിനകത്തോ നമ്മുടെ ആശയത്തിനകത്തോ ഒന്നും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല. നമ്മൾ വേദപുസ്തകം പഠിപ്പിക്കുന്നത് 7 ലോകം വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് ഇസം എന്താ പഠിപ്പിക്കുന്നത്? 14 ലോകം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം 7 14 എത്രയാകട്ടെ, ഇവിടെ ഒന്നും ഒതുക്കുവാൻ കഴിയുന്ന വ്യക്തിത്വമല്ല ആര്? ദൈവം. നമ്മുടെ ചിന്തകൾക്കും അനുമാനങ്ങൾക്കും എല്ലാം അപ്പുറമാണിത്. അപ്പം ആ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രകൃതി നിൽപ്പുണ്ട്. ഇനി രണ്ടാമതായിട്ട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവം ഓരോ വ്യക്തികൾക്ക് വെളിപ്പെടുന്നുണ്ട്. അതാണ് ആദാമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ആദാമിന് ദൈവത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അറിവുണ്ട്. അപ്പം അതിനെയാണ് ഞാൻ ദൈവിക ജ്ഞാനമെന്ന് പറയുന്നത്. വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്ന ദൈവിക ജ്ഞാനം. മറ്റത് വേദജ്ഞാനമാണ്. ഓക്കെ. ഇനി ആദാം കഴിഞ്ഞ് ശേത്ത് കഴിഞ്ഞ ഏനോശ്, ഞാൻ ചില കഥാപാത്രം മാത്രം എടുക്കുന്നുള്ള, നോഹ, പിന്നെ അബ്രഹാം. ഇപ്പോൾ ഇവരുടെ സമയത്ത് എന്തില്ല, ഈ പുസ്തകം ഇല്ല, പഴയ നിയമം ക്രോഡീകരണമൊന്നും ഇല്ല, എഴുതിയിട്ടൊന്നുമില്ല. പക്ഷേ മോശയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ലിഖിത രൂപത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ദൈവിക വെളിപ്പാട് വ്യക്തികൾ കിട്ടിയത് ദൈവിക ജ്ഞാനം, അതിനെ ലിഖിത രൂപത്തിലാക്കിയപ്പോൾ ഈ പുസ്തകമായിട്ട് മാറി. അപ്പോൾ രണ്ടെണ്ണം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. വേദജ്ഞാനവും ദൈവിക ജ്ഞാനവും. ഇത് നമ്മൾ
നല്ലതുപോലെ മനസ്സിലാക്കുമ്പോൾ ഇതെന്തായി മാറുന്നു? നമുക്ക് വേദത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടും. ഈ വേദത്തെ അറിവ് ഉള്ളപ്പോൾ തന്നെ മനസ്സിലാക്കണം, കുറേ പിതാക്കന്മാർക്ക് ഇതില്ലാതിരുന്നൊരു കാലഘട്ടം അവരെങ്ങനെ ജ്ഞാനം സമ്പാദിച്ചു. ആ ജ്ഞാനം നമുക്ക് ഇന്നുണ്ടെങ്കിലും ഇപ്പം നമുക്ക് ഇതിനെ കുറിച്ച് അറിവുണ്ട്. ഈ അറിവോട് കൂടെ തന്നെ നമ്മുടെ പ്രാർത്ഥനയിലോ വചനധ്യാനത്തിലോ ദൈവം നമുക്ക് വ്യക്തിപരമായി നൽകിത്തരുന്ന വചനത്തിൻ്റെ പ്രകാശനങ്ങൾ അല്ലേ, ഇതിൽ നിന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിശാലത, അത് വിശാലമാക്കുവാനായിട്ട് ഇന്ന് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? സയൻസ് ഇരിപ്പുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതിലേക്ക് നോക്കുമ്പോൾ ഇതെന്ത് ചെയ്ത് അഡ്വാൻസ് ആയി വന്നിരിക്കുക. അപ്പം നമുക്ക് ഇതിനെ ഒന്നുകൂടെ എന്ത് ചെയ്യാൻ പറ്റും? വിശ്വസിക്കാം, ആധികാരികമായിട്ട് വിശാലമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അതാണ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ. ന്യൂ ടെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ക്രിസ്തു ദൈവസമ്പൂർണ്ണ വെളിപ്പാടായിട്ട് ശിഷ്യന്മാർക്കെല്ലാം പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ എന്ത് ചെയ്തു? പുതിയ നിയമം അതിൻ്റെ രചനകളൊക്കെ എഴുതി. അപ്പം അത് പുതിയ നിയമത്തിൻ്റെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ തന്നെ അപ്പോസ്തലന്മാർ ഈ പുതിയ നിയമത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് വെളിപ്പാടുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? ദൈവീക ജ്ഞാനം എന്ന് പറയുന്നത്. മറ്റത് വേദജ്ഞാനം. നമ്മുടെ കയ്യിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന വേദജ്ഞാനം. പക്ഷേ പഴയ കാലഘട്ടത്തിൽ ഇങ്ങനൊരു ബൈബിളോ അല്ലെങ്കിൽ ഇങ്ങനൊരു വേദം ഇല്ലാത്ത സമയത്ത് ദൈവത്തിൽ നിന്ന് അവർ ഡയറക്റ്റായിട്ട് ജ്ഞാനം ഉണ്ടായോ? അത് ഇന്ന് നിന്ന് പോയോ? അത് ഇല്ല, നിന്ന് പോയിട്ടില്ല. ഇന്ന് നമുക്ക് വേദജ്ഞാനം വേണം, അനിവാര്യമാണ്. അപ്പോൾ തന്നെ നമുക്ക് എന്തും കൂടെ വേണം? ആ ദൈവീക ജ്ഞാനം കൂടെ നമുക്ക് വളരെ അനിവാര്യമാണ്. ഞാൻ എവിടെയോ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് 1-ാം നൂറ്റാണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് അറിഞ്ഞുകൂടാ, നമ്മുടെ സെമിനാരികളിൽ നിർബന്ധമായും വേദപുസ്തകം പഠിക്കണം. പക്ഷേ വേദജ്ഞാനം അവർക്ക് ലഭ്യമാക്കുന്നുണ്ട്. പക്ഷേ ഈ ദൈവീക ജ്ഞാനം നമുക്ക് എത്രത്തോളം കൊടുക്കുവാൻ കഴിയുന്നുണ്ട്? ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിലല്ലേ, ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള. അതെ, ഒരു എൻകൗണ്ടറിങ് ഇത് കൈവശമുണ്ട്. ഇത് കൈവശമുള്ളപ്പോൾ തന്നെ ഇതിനകത്ത് വിശുദ്ധന്മാർ അനുഭവിച്ച ഒരു ദൈവ സാന്നിധ്യം, വിശുദ്ധന്മാർ അനുഭവിച്ച ആ ദൈവിക ശബ്ദങ്ങൾ, ആ ദൈവിക കരുതലുകൾ, ആ ദൈവത്തെ ഇടപെടലുകൾ, ദൈവിക വെളിപ്പാടുകൾ, അത് നമുക്ക് എത്രത്തോളം ലഭ്യമാകും? ആ അനുഭവസ്ഥ ഇന്ന് കുറവല്ലേ? തീർച്ചയായിട്ടും. നമുക്കിതിനകത്ത് BTH, MD അല്ലെങ്കിൽ BD, MTH, ഡോക്ടറേറ്റ്, പല മേഖലകൾ ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ദൈവീക ജ്ഞാനം, വേദജ്ഞാനം പ്ലസ് ദൈവീക ജ്ഞാനം, അവൻ ആരായിരിക്കും? അനുദിനമുള്ള ദൈവത്തിന് ഇടപെടലുകൾ അല്ലേ? പറയാൻ പറ്റുമോ? ഇന്ന് രാവിലെ എന്നോട് ദൈവം വ്യക്തവും സ്പഷ്ടവുമായ ചില കാര്യങ്ങൾ സംസാരിച്ചു. ഇന്ന് രാവിലെ ഞാൻ ദൈവത്തിൻ്റെ ആ പ്രത്യേകമായൊരു സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. അതായത് പഴയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യാക്കോബും യോസേഫും, യാക്കോബ് വിചാരിച്ചിരുന്നത് മകനെ ഇനി കാണാൻ പറ്റൂല അല്ലേ? അത് കഴിഞ്ഞിട്ട് യോസഫിൻ്റെ മക്കളെ കൊണ്ടുവന്ന് അനുഗ്രഹിക്കാൻ പറയുമ്പോൾ പറയുന്ന പദപ്രയോഗമുണ്ട്, ആ ദൂതൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അന്ന് പ്രമാണമില്ല. പക്ഷേ എടുത്തു പറയുന്നത് ഇതാണ്, ആ അനുഭവമാണ്. യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് ഞാൻ മൽ പിടിച്ച ആ ഒരു വെളിപ്പാടുണ്ട്, ആ ഒരു ദൈവശക്തിയുണ്ട്, ദൈവസാന്നിധ്യമുണ്ട്, അത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എടുത്തു പറയുന്ന അനുഭവമാണ്. ഭയങ്കര ഒരു ആഴമായ അനുഭവമാണത്. ഇസ്ഹാക്കിനോട് ചോദിച്ചു നോക്കിയേ, പറയാൻ ഒരു അനുഭവമുണ്ട്. ഈ അറിവല്ല, ഈ അറിവിനേക്കാൾ അപ്പുറമായിട്ട് ഞാൻ കണ്ടുമുട്ടിയ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഞാൻ അതിനെയാണ് എന്ത് ചെയ്യുന്നത്?
പുറത്തേക്ക് പ്രാധാന്യം കൊടുത്ത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇത് നിർബന്ധമായും വേദജ്ഞാനം നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതിനപ്പുറം ഒരു ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കും, അറ്റ്ലീസ്റ്റ് ഒരു 5 വർഷമെങ്കിലും സെമിനാരിയിൽ പഠിച്ച വ്യക്തി ആയിരിക്കണം ഒരു സഭാ ശുശ്രൂഷ എന്ന രീതിയിൽ വാദിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നല്ല ക്വാളിഫൈഡ് ആയിരിക്കണം. കാരണം സഭ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ലോകത്തുള്ള ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനേക്കാളും ടോപ്പാണ്. മനസ്സിലാവും ഞാൻ പറഞ്ഞത്? അതെ അതെ അതെ. ഈ സഭയ്ക്കകത്ത് എന്തെല്ലാം ആൾക്കാരാണ് വരുന്നത്, ഏതെല്ലാം രീതിയുള്ളവരാണ് വരുന്നത്. ഇവരെയൊക്കെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നിസ്സാര ഒരു കഴിവ് മതിയോ? പോരാ. നല്ല വചനജ്ഞാനം വേണം, പ്ലസ് അനുദിനം ദൈവം കൊടുക്കുന്ന ദൈവിക ജ്ഞാനം വേണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു വെളിപ്പാടെന്ന് പറഞ്ഞ് ഇതൊക്കെ നമുക്ക് അതിൽ കൂടെ മനസ്സിലാക്കുന്ന ഒന്നാണ്. ആ രീതി പോയി ചിലപ്പം നമ്മൾ അങ്ങോട്ട് തിരിച്ചു വരട്ടെ. അപ്പോൾ ഇത് നമ്മൾ ഈ ചർച്ചയിൽ അല്ലെങ്കിൽ പറയുകയാണ്, നമുക്ക് പ്രാർത്ഥിക്കണം. സെമിനാരികളിൽ വേദജ്ഞാനത്തോടൊപ്പം തന്നെ ദൈവീക ജ്ഞാനം നിർബന്ധമായി. ഇപ്പോൾ ദുഃഖമെന്ന് പറയട്ടെ ഒരു പ്രൊഫഷണലായിട്ട് മാറിയിരിക്കുകയാണ്. സർവീസ് അല്ല എന്ന്, സേവന മനോഭാവമല്ല. പൗലോസ് ചോദിച്ച പത്രോസ് ചോദിച്ച ചോദ്യമുണ്ട്, ഇത് കിട്ടും, എന്ത് കിട്ടും? ഞങ്ങൾ വലയും വള്ളവും വിട്ട് വന്ന എന്ത് കിട്ടും? ആ ഒരു നിലയ്ക്ക് മാറിയിരിക്കുക. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കണം. ഓക്കെ. അപ്പോസ്തലനായ യോഹന്നാൻ താൻ സുവിശേഷം എഴുതുമ്പോൾ പറയുന്നൊരു പദപ്രയോഗമുണ്ട്. 1 യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 16 വാക്യം. അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ. ആരെ നിറവ്? ക്രിസ്തുവിൻ്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പം യോഹന്നാൻ കുറിക്കുന്നത് ക്രിസ്തു എങ്ങനെയാണ് ദൈവത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആ നിറവിൽ നമ്മൾ എത്തണം. നമുക്ക് എത്താൻ പറ്റുന്നുണ്ടോ? ഇനി അത് യോഹന്നാൻ. ഇനി നമ്മളിത് 2-ാം അധ്യായത്തിലാണ് അത്യന്ത ധനം വരും കാലങ്ങളിൽ. പക്ഷേ 3-ലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, 3:19 വരുമ്പോൾ വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ നിറവോളം. അപ്പം ദൈവത്തിൻ്റെ ജ്ഞാനം എത്രയുണ്ടോ ആ ജ്ഞാനം ഞാൻ എന്ത് ചെയ്യണം? അതിലേക്ക് ഞാൻ വരണം, വളർച്ച പ്രാപിക്കണം. ദൈവിക ജ്ഞാനത്തിൻ്റെ വളർച്ചയിലേക്ക് വരണമെന്നാണ് എന്ത് ചെയ്യുന്നത് പൗലോസ് ആഗ്രഹിക്കുന്നത്. ഇനി ഒന്നുകൂടെ അപ്പം ഞാനിങ്ങനെ ഗ്രാജുവലി പറഞ്ഞു തന്നു. അതായത് പഴയ നിയമത്തിൽ ഇങ്ങനെ വരുന്നു, പിന്നെ ഇസ്രായേലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാം ഈ ക്രൈസ്തവ വിദ്യാഭ്യാസം പഠിക്കുമ്പോൾ ഹിസ്റ്ററി പഠിപ്പിക്കുന്നുണ്ട്. അവിടെ എല്ലാം ദൈവിക ജ്ഞാനം ഇങ്ങനെ എന്ത് ചെയ്യുക പറഞ്ഞിങ്ങനെ വരികയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ നിയമത്തിലേക്ക് ഓടിയെത്തുമ്പോൾ ഈ പൗലോസും യോഹന്നാനും പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ അതിനോട് ചേർത്ത് പഠിക്കണം. ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ കുറേ വെളിപ്പാടുകൾ കണ്ടു. ഇങ്ങനെ പിടിച്ച് കിടക്കുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ദൈവം പറയുക, ഒരു കാര്യം ചെയ്യ്, അതങ്ങ് അടച്ച് വെക്കണം, ഇപ്പം നീ തുറക്കണ്ട, തുറന്നാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ അന്ത്യകാലത്ത് അത് തുറക്കും, അന്ന് ജ്ഞാനം വർദ്ധിക്കും. വെളിപ്പാടിലേക്ക് വരുമ്പോൾ ഒരു ഗ്രന്ഥം തുറക്കുന്നുണ്ട്. അതായത് യേശു കർത്താവ് ജഡരൂപിയായിരിക്കുമ്പോൾ മനുഷ്യ രൂപമെടുത്ത് ഈ ഭൂമിയിൽ പാർത്തപ്പോൾ ദൈവത്തെ കർത്താവ് എന്ത് ചെയ്ത് ഉയർത്തി കാണിച്ചു കൊടുത്തു. അതേ കർത്താവ് വെളിപ്പാട് 9-ലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അറുക്കപ്പെട്ട കുഞ്ഞാട് മുദ്ര പൊട്ടിപ്പാൻ നിൽക്കുന്നു, മുദ്രകൾ പൊട്ടിക്കുന്നു, അടുത്തെന്ത് ചെയ്യുന്നു? വെളിപ്പാടിൻ്റെ രൂപം വീണ്ടും എന്ത് ചെയ്യുന്നു? അപ്പം നോക്കണം, നമുക്ക് ഇവിടെ മനസ്സിലാകുന്നില്ല. ഏത്? യേശു കർത്താവ് പഠിപ്പിച്ച സുവിശേഷം കിടക്കുന്ന ദൈവത്തെക്കുറിച്ചും ദൈവിക വെളിപ്പാടുകളും
നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്? തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ വീണ്ടും ആ പുസ്തക ചുരുൾ തുറന്ന് മുദ്രകൾ പൊട്ടിച്ച് കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ദൈവിക അറിവ്, ഇവിടെയും ദൈവിക ജ്ഞാനവും ദൈവിക അറിവ്. നമുക്കിത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം ഗ്രഹിക്കുന്നുണ്ട് നമ്മൾ. നമ്മുടെ ആശയം മനസ്സിലായോ? അപ്പോൾ ഈ പ്രപഞ്ചത്തിലും ദൈവിക ജ്ഞാനം കിടപ്പുണ്ട്. അതുപോലെ ദൈവം ഞാൻ അറിയുവാൻ വേണ്ടി ദൈവം തൻ്റെ ഹൃദയത്തെ തുറന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ അറിവ് പ്രകാശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ, നമ്മൾ സമയം ചിലവഴിക്കുന്നുണ്ടോ, അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഈ അർത്ഥത്തിലാണോ നാം സഭയെ പണിതെടുക്കുന്നത്? എഫെസോസ് സഭ അങ്ങനെയായിരുന്നു. ഈ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒട്ടുമുക്കാൽ സഭകളും അതേ അർത്ഥത്തിൽ തന്നെയാണ് വളർന്നു വന്നത്. പക്ഷെ ഇന്ന് സഭ എവിടെ എത്തി നിൽക്കുന്നു? അപ്പോൾ വരും കാലങ്ങളിൽ ഈ അറിവുണ്ടായിരിക്കും. ഇനി ഒന്നുകൂടെ പറഞ്ഞ് അത് എനിക്ക് ഒരു ഇതുപോലെ എന്താ പറയാനായിട്ട് അതായത് ഈ പഴയ നിയമത്തിലെ കഥാപാത്രങ്ങൾക്ക് ഈ ജ്ഞാനം ലഭിച്ചപ്പോൾ, ഉദാഹരണമായി ദാനിയേലിനും യോഹന്നാനും ഈ ദൈവിക ജ്ഞാനം ലഭിച്ചപ്പോൾ ശാസ്ത്രം വളർന്നിട്ടില്ല. പക്ഷെ അവർക്ക് ദൈവിക ജ്ഞാനം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇന്ന് ശാസ്ത്രം വളർന്നു, ദൈവിക ജ്ഞാനം ഡൗൺ ആയി. ഞാൻ പറഞ്ഞ ഇത് മനസ്സിലായി. അന്ന് ശാസ്ത്രം വളർന്നിട്ടില്ല, പക്ഷെ അവർ ദൈവജ്ഞാനത്തിൽ കാര്യങ്ങൾ ചെയ്ത് സംസാരിച്ചു, ഉയർച്ചയുണ്ടായിരുന്നു. ദാനിയേലായാലും അതുപോലെ യോഹന്നാൻ അപ്പോസ്തലനായാലും അല്ലേ, എന്താ നടക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടിയപ്പോൾ ശാസ്ത്രം വളർന്നിട്ടില്ല. പക്ഷെ ഇന്ന് ശാസ്ത്രം അത്യുച്ചകോടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അറിവുള്ളത് അല്ലെങ്കിൽ ദൈവിക ജ്ഞാനം കുറഞ്ഞു. ഇതാണ് ഇന്ന് ഒരു അപജയമായി ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പുസ്തകം പറയുന്നത് എന്താണ്? എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം തൻ്റെ ജ്ഞാനത്താൽ നിറയ്ക്കുന്നുണ്ട്. ആ ജ്ഞാനം ഇനി വരും കാലങ്ങളിൽ നിശ്ചയമായി. കാരണം ദൈവത്തിൻ്റെ ആഗ്രഹം തന്നെക്കുറിച്ചുള്ള അറിവ് എന്തു ചെയ്യുക, അതിങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുക. ഞാൻ ഷോർട്ട് ടൈമിൽ കൊണ്ടാണ് അതൊന്ന് പറഞ്ഞ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. എന്താണ്? പൊതുവെളിപ്പാടുണ്ട്, അത് കഴിഞ്ഞിട്ട് വ്യക്തിപരമായിട്ടുള്ള വെളിപ്പാടുകളുണ്ട്. അത് ആദാമിൽ കൂടെ സഞ്ചരിച്ചിങ്ങനെ വന്നു. പിന്നെ ഇസ്രായേലിലേക്ക് പോകുമ്പോൾ അത് ഇസ്രായേലിലേക്ക് ഇങ്ങനെ പടർന്നു പോകുമ്പോൾ തന്നെ ജാതികളിലേക്കും ആ വെളിപ്പാട് പോകുന്നുണ്ട്. പിന്നെ അത് വ്യക്തിപരമായിട്ട് വരുന്നുണ്ട്. പിന്നെ ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചു. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് അത് ലഭിച്ചിരിക്കുന്നു. ഇനി അത് അവിടെ അവസാനിക്കുന്നില്ല. വരും കാലങ്ങളിൽ അതായത് പുതുവാന ഭൂമിയിലും നാം ദൈവത്തെ അപ്പോഴും അറിഞ്ഞുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും. കാരണം ദൈവം നിത്യനാണ്, അനന്തനാണ്. എത്ര മനസ്സിലാക്കുവാൻ ശ്രമിച്ചാലും ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും. അത് മനസ്സിലായല്ലോ. അപ്പോൾ വരും കാലങ്ങളിലും എന്താണ്? നിശ്ചയമായും നാം ദൈവത്തെ പഠിച്ചുകൊണ്ടേ ഇരിക്കും. ഓക്കെ, നമ്മളെ ശ്രദ്ധിച്ച ഏവർക്കുമുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളും ഈ പ്രഭാഷണം അല്ലെങ്കിൽ ഈ സ്റ്റഡി കണ്ടതിന് ശേഷം നിങ്ങളും ആഗ്രഹിക്കുക, പഠിക്കുക. കർത്താവ് ഇനിയും ദൈവവചനം ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനുള്ള കൃപ കർത്താവ് നൽകുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവ് ഇത് ശ്രദ്ധിച്ച ഏവർക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ കാലത്തിൽ മാത്രമല്ല, വരും കാലങ്ങളിലും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്താൽ കർത്താവ് നിറയ്ക്കുവാൻ പോകുന്ന ആ ദൈവിക പദ്ധതിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.